ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആ കണ്ട ഹോട്ടൽ ബോയിയുടെ ഇവിടുത്തെ റൂമുകളിലൊന്നും ആരും താമസമില്ലല്ലോ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഉദ്ഘാടനമായതുകൊണ്ട് ആരും താമസമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സർവീസ് നടക്കുന്നതുകൊണ്ട് അതിൽ കീ കിടപ്പുണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കീ വേറെ ഉണ്ടെന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവരാനായിട്ട് ശാലിനി പറയുകയാണ്. അന്നേരം അതെന്തിനാണ് ചോദിക്കുമ്പോൾ ഇയാൾ പോയി കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. തുടർന്ന് ശരി മേഡം എന്നും പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. തുടർന്ന് കമലൻ എവിടെ പോയി അന്വേഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ വന്നേ പറയാമെന്നും പറഞ്ഞ് കമലിനെയും കൂട്ടിക്കൊണ്ട് ശാലിനി പോവുകയാണ്. ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് ആ തൊട്ട് പുറകിൽ തന്നെ സരളയും സുസ്മിതയും നിപ്പുണ്ട്. അന്നേരം അവർ പോയി കണ്ടുപിടിക്കൂടിയെന്ന് സുസ്മിതയോട് സരള ചോദിക്കുകയാണ്. അന്നേരം കണ്ടുപിടിച്ചോട്ടെ, അവിടെ കിടന്ന് ചാവണമെന്നൊന്നും എനിക്കില്ല, ചത്താ പിന്നെ കഥ പെട്ടെന്ന് തീരില്ലേ, ഒരു പണി കൊടുക്കണം, അത്രയേ ഉള്ളൂ, ശ്വാസം മുട്ടി കുറേ നേരം കിടക്കട്ടെ, എനിക്ക് അത്രേ വേണ്ടൂ എന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് ശാലിനിയും കമലനും ആ ഹോട്ടൽ ബോയും കൂടെ ചേർന്ന് എല്ലാ റൂമും തുറന്നു നോക്കുകയാണ്. എല്ലാത്തിലും താക്കോലുണ്ട്. തുടർന്ന് ആരുടെയോ ഇങ്ങനെ കാൽപെരുമാറ്റം കേട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയിൽ നിന്ന് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. അന്നേരം ശാലിനി അത് കേൾക്കുന്നുണ്ട്. തുടർന്ന് ആ റൂമിലേക്ക് വരുമ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതിൽ താക്കോലുമില്ല. അന്നേരം അകത്ത് ആരാന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശാലിനി ഞാനാണെന്ന് ഇങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് തുറക്കുകയാണ്. തുടർന്ന് എന്താ സംഭവിച്ച വിഷ്ണുട്ടാൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ വാതിലുകൾ വെച്ച് എന്നെ ആരോ തള്ളി അകത്തേക്ക് ഇട്ടു, ഞാൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ ആൾ ആരാണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ റൂം പൂട്ടി പോവുകയും ചെയ്തു, ഏതവനായാലും അവനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി എന്നും പറഞ്ഞ് വിഷ്ണു ഈർത്ത് കുഴഞ്ഞു നിൽക്കുകയാണ്. അന്നേരം ഇത് അവനൊന്നും അല്ല, ഇത് അവൾ തന്നെയാണ് സുസ്മിത, വിഷ്ണുട്ടൻ വാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പുറകെ കമലിനും പോകുന്നുണ്ട്. തുടർന്ന് അവർ പോകുന്നത് ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ആ സ്ഥലത്തേക്കാണ്. നേരെ ഏട്ടത്തിയമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി വിഷ്ണുവച്ചനെ റൂമിൽ പൂട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടനെ കാണാതാകുന്നതിന് ആ സമയത്ത് അവൾ മിസ്സിങ് ആയിരുന്നു. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ ഫോൺ ഓഫ് ആകില്ലായിരുന്നല്ലോ. പിന്നെ അതിന് ശേഷം അവൾ വന്നപ്പോൾ അടക്കി പിടിച്ചുള്ള ചിരിയും അമ്മയുമായിട്ടുള്ള സംഭാഷണവും എല്ലാം കൂടി ഞാനൊന്ന് കൂട്ടി വായിച്ചതാണ്. വിഷ്ണുവേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, ഒരു പൊതു പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്. ചന്ദ്രബോസ് പറഞ്ഞത് ശരിയാണ്, ഹോട്ടൽ തുറക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതും പിന്നെ അത് അടപ്പിക്കാനും ഒക്കെ അവളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവളെ അത്ര പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. അമ്മ എന്തോ കാര്യത്താൽ ആ സരളയും അവളെയും ഒക്കെ ഭയപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയും അവളെ പറഞ്ഞു വിട്ടേ മതിയാവൂ എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അന്നേരം ഒന്നും കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ജയിലിൽ പോകുന്നത് അവൾക്ക് പകരം ഞാനായിരിക്കും, ഞാൻ അവളെ അങ്ങ് തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് ഒരു കോൺഫറൻസ് ഹാളിൽ എല്ലാവരും ചേർന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. അർജുനുണ്ട്, പിന്നെ പ്രീതിയുണ്ട്, സുസ്മിതയുണ്ട്, സരളയുണ്ട്, രാഘവേട്ടനും പിന്നെ കുറേ ആളുകളൊക്കെ ഉണ്ട്. സത്യഭാമയാണെങ്കിൽ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ അതെല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. അന്നേരം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് വിഷ്ണു ലോകത്തിലൂടെ ഇന്ന് സാധ്യമായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ശാലിനിയും കമലിനും കൂടി കയറി വരുന്നുണ്ട്. വന്ന പാടെ വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി സുസ്മിത ഒരൊറ്റ നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അളിയെ പോയിട്ട് വരാമെന്ന് അർജുനോടൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും വിഷ്ണു മുഖം തരില്ല, ഞങ്ങൾ കുറച്ചു കാലം അകലത്തിലായിരുന്നു, ഞങ്ങളെ തമ്മിൽ പിരിയിപ്പിക്കാൻ കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നോക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ മാറി വരുന്നേ ഉള്ളൂ, എനിക്ക് തന്നതുപോലുള്ള സ്നേഹവും എല്ലാം വിഷ്ണുവിനും ശാലിനിക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം വീഡിയോഗ്രാഫർ ആയോ എന്നൊക്കെ ശ്യാമയോട് ചോദിക്കുമ്പോൾ നല്ല നിമിഷങ്ങളൊക്കെ പകർത്തണ്ടേന്നും പറഞ്ഞ് ഓടി നടന്ന് ശ്യാമ അതൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുകയാണ്. അന്നേരം പ്രീതിയാണെങ്കിൽ ശാലിനിയുടെ അടുത്തിരിക്കുന്നുണ്ട്. ഈ നാണം കെട്ടവൾ സുസ്മിത എന്താ പോകാത്തതെന്നൊക്കെ പറയുമ്പോൾ പ്രീതി പറഞ്ഞു ശരി തന്നെ, നാണം കെട്ട് കയറി വന്നിരിക്കുകയല്ലേ, നാണമില്ലാതായ എന്ത് ചെയ്യാമെന്നും പറഞ്ഞ് അടക്കം പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം സുസ്മിതയാണ് എല്ലാവർക്കും ജ്യൂസ് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആ ഹോട്ടൽ പോയി എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവയ്ക്കുകയായിരുന്നു. ഇതേസമയം സുസ്മിതയാണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്ന് ഒരു കവർ ഇങ്ങനെ എടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു ചത്ത പാറ്റ എടുത്തിട്ട് ആ ജ്യൂസിലേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അതാരും അവിടെ കാണുന്നില്ല. തുടർന്നും സത്യഭാമ അങ്ങ് മൈക്കിലൂടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്ത് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. നിങ്ങളെന്താ ആളെ കൊല്ലിക്കാൻ സഹകരിക്കണമെന്നാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താടി നിനക്ക് എന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിങ്ങൾ ആദ്യം ഇതിന് സമാധാനം പറയുമെന്നും പറഞ്ഞ് ആ ഗ്ലാസ് ആ ഭാമയുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇതെന്താ വിഷ്ണു ലോകത്തിൽ 1000 തലയുള്ള അനന്തൻ്റെ വിഷമോ, ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ആയാൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വെയിറ്ററെയൊക്കെ നോക്കുകയാണ് സത്യഭാമ. അന്നേരം അതിൽ ഈ
ഇതില്ലായിരുന്നു മാഡം എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലായിരുന്നെന്നോ, പിന്നെ ഞാൻ അതിലിട്ടതാണോ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇത് പിന്നെ എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ വിഷം കലക്കി കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് തകർക്കുകയാണ്. കണ്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം സർല അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എൻ്റെ മോളോട് ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആഹാരത്തിൽ വിഷം കലക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഭാമ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് തകർക്കുകയാണ്. പിന്നണിയിൽ കുടുംബശ്രീ ഹോട്ടലിൻ്റെ മഹാത്മ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇങ്ങനെയാണോ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഇൻസ്പെക്ടറെ വിളിച്ച് പരാതി പറയുക തന്നെ വേണം, അമ്മയ്ക്ക് മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ അർജുനും ഭാമയും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത 1 മിനിറ്റ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ, എന്താടി മാപ്പ് പറയാനാണെങ്കിൽ എൻ്റെ പട്ടി കേൾക്കും നിൻ്റെ മാപ്പ് എന്ന് പറയുമ്പോൾ, മാപ്പൊക്കെ നമ്മൾ പറയും, പക്ഷെ തെറ്റ് പറ്റിയത് ഞങ്ങൾക്കാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ശ്യാമയോട് പറയുകയാണ്, ശ്യാമയെ നീ ആ ഫോണിൽ വീഡിയോ എടുത്തില്ലേ, അതിങ്ങോട്ട് കാണിച്ചെന്ന്. അന്നേരം സുസ്മിത അങ്ങ് വിയർക്കുകയാണ്, സർലയും പെടുകയാണ്. അന്നേരം ദാ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ ഫോൺ കൊടുക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സുസ്മിതയെ നോക്കി പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാം, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സമർപ്പിക്കാനായിട്ട് ഒരു തെളിവ് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, കിട്ടി എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയാണ് പാറ്റ ജ്യൂസിൽ വന്നതെന്ന് അറിയണ്ടേ, എല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ ആദ്യം കാണുമെന്ന് പറഞ്ഞ് ഫോൺ സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ്. അന്നേരം ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് സുസ്മിത തൻ്റെ പേഴ്സിൽ നിന്നും ആ പാറ്റ എടുത്ത് അതിലേക്ക് ഇടുന്നത് നിർത്ത് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കും ഒക്കെ. അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി കണ്ണൊക്കെ ചോപ്പിച്ച് ഇങ്ങനെ സുസ്മിതയെ നോക്കിയാണ്. സുസ്മിതയാണെങ്കിൽ അങ്ങ് നിന്ന നിൽപ്പിൽ അങ്ങ് ഇല്ലാതായി അങ്ങനെ വിയർത്ത് നിൽക്കുകയാണ്. സരളയും ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ ഫോൺ അർജുനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും അത് കാണുന്നുണ്ട്. തുടർന്ന് ശാലിനി വീണ്ടും സുസ്മിതയോട് പറയുകയാണ്, ഇനി നിനക്ക് തീരുമാനിക്കാം ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കണോ അതോ സബ് ഇൻസ്പെക്ടറെ വിളിക്കണോ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കൈയും കെട്ടി സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ ഭാമ സുസ്മിത അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, സുസ്മിതയെ അടിച്ച് നിന്റെ കരണം പൊളിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട്, പക്ഷെ അടിക്കുന്നില്ല. അന്നേരം സോറി ആൻറ്റി, ഒരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ് തല ഒന്നിച്ച് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ശാലിനി വന്ന് ചോദിക്കുകയാണ്, അബദ്ധമോ, ഇത് എങ്ങനെയാണ് അബദ്ധമാകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മാപ്പ് എന്നിങ്ങനെ പറയുമ്പോൾ, മാപ്പ് തരണമെന്നിങ്ങനെ പറയുമ്പോൾ, ഇതിന് മാപ്പില്ലെന്ന് നീയല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് ശാലിനിയും കട്ടക്കിക്കുകയാണ്. അന്നേരം സരള ഇടയ്ക്ക് കയറുകയാണ്, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ, അങ്ങ് വിട്ടുകള എന്ന് പറയുകയാണ് മകളെ ന്യായീകരിക്കാനായിട്ട്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സരളെ കയ്യബദ്ധമാകുന്നത്, അവൾ തന്നെ ജ്യൂസിൽ പാറ്റ ഇടുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ എന്ന്. അന്നേരം വീണ്ടും പ്ലേറ്റ് മാറ്റുകയാണ് സുസ്മിത, ഞാൻ അതിലേക്ക് ഷുഗർ പാക്കറ്റാണ് പൊട്ടിച്ചിട്ടത്, പക്ഷെ പാറ്റ എങ്ങനെയാണ് വീണതെന്ന് ഞാൻ കണ്ടില്ല എന്ന്. നേരെ ശാലിനി ചോദിക്കുകയാണ്, അതിന് ഇവിടുത്തെ ടേബിളിലൊന്നും ഷുഗർ പാക്കറ്റ് വെച്ചിട്ടില്ലല്ലോ എന്ന്. നേരവും സുസ്മിത അങ്ങ് തപ്പുകയാണ്, അതിന് ഷുഗർ പാക്കറ്റ് ഇവിടുത്തെ ടേബിളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കൊണ്ടുവന്നത് തന്നെയാണ്, എനിക്ക് എല്ലാവരേക്കാളും അല്പം മധുരം കൂടുതൽ വേണം, അത് ഞാൻ കൊണ്ടുകിടക്കുന്നത് പഞ്ചസാരയല്ലേ, അല്ല അത് ബ്രൗൺ ഷുഗർ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങ് ന്യായീകരിക്കുമ്പോൾ, പക്ഷേ എന്നും പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടു കൂടിയ രാഘവൻ നായർ വീൽ ചെയറിൽ ഇങ്ങനെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളെന്തായി പറയുന്നത്, വീണ്ടും ന്യായീകരിക്കുന്നുള്ള രീതിയിൽ ഒരു പുച്ഛഭാവത്തിൽ അർജുനും പ്രീതിയും ഒക്കെ ഇരിക്കുകയാണ്. തുടർന്നും സരളയങ്ങ് മകളെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്, വിട്ട് കളയണമെന്ന് പറഞ്ഞത് 2 കൂട്ടരുടെയും നല്ലതിന് വേണ്ടി തന്നെയാണ്. ആദ്യ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ ഇപ്പോൾ ജ്യൂസിൽ പാറ്റ വീണു എന്നൊക്കെ മീഡിയക്കാർ അറിഞ്ഞാൽ ഇതൊക്കെ വലിയ വാർത്തയാകും, വിഷ്ണുവിൻ്റെ ബിസിനസ്സിൽ തന്നെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ അങ്ങ് മാറുന്നുണ്ട്, ഒന്നും പറയാനാകാതെ. തുടർന്ന് ഭാമയോട് പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് ഓർക്കണ്ടേ ഭാമേ, പിന്നെ എനിക്കും ഇത് നാണക്കേട് തന്നെയാണ്, ഹോട്ടൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഭാമ ഞങ്ങൾക്ക് വയറു നിറച്ച് ഭക്ഷണം തരും എന്നാണ് വിചാരിച്ചത്, ഇതിപ്പോൾ ഞങ്ങളെ നിർത്തി പൊരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞങ്ങ് ഭാമയും കയ്യിലെടുക്കുന്നുണ്ട്. അന്നേരം അതങ്ങ് വേണ്ടാതെ അവരങ്ങ് ഉൾക്കൊള്ളുകയാണ്. എന്ന് വെച്ചാൽ 2 പേർക്കും മാനക്കേട് ഉണ്ടാവും എന്നുള്ള രീതിക്കാവുമ്പോൾ, പക്ഷേ ശാലിനി അങ്ങ് ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ശരി എന്നും പറഞ്ഞ് ഭാമ ഒരു വിധത്തിൽ സമ്മതിച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് സരള ഒന്നിങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് സരളയെ വിളിക്കുകയാണ്. തുടർന്ന് ശാലിനി സുസ്മിത അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്, എടി നിന്നെ വിശ്വസിക്കുകയൊന്നുമല്ല, തൽക്കാലം ഇത് ഞങ്ങളങ്ങ് വിടുകയാണ്, ഇനി ഇതിലും കൂടുതൽ നീ എന്തിനെങ്കിലും ഇനി മുതിർന്നാൽ ഇതിലും കൂടുതൽ നീ നാണം കെടും, ഓർത്തോ എന്നിങ്ങനെ ഒരു വാണിംഗ് എന്ന പോലെ പറയുമ്പോൾ സുസ്മിത അവിടെ പരാജയപ്പെടുകയാണ്. ശാലിനിയുടെ മുഖത്ത് പോലും നോക്കാതെ സുസ്മിത അങ്ങ് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് സുസ്മിത സരളയോട് നന്ദിയൊക്കെ പറയുകയാണ്, ഹോട്ടലിനുണ്ടാകുന്ന മാനക്കേടും പറഞ്ഞ് അമ്മ എന്നെ രക്ഷിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതെൻ്റെ കടമയല്ലേ എന്ന് സരളയും പറയുന്നുണ്ട്. തുടർന്ന് ചിറ്റപ്പൻ എവിടെയും ചോദിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോയതാണ്, അല്ലെങ്കിൽ ചന്ദ്രബോസ് ഇതിൽ ഇടപെട്ട് ആകെ മാനം കെട്ടേണേ എന്ന് പറയുകയാണ്. തുടർന്ന് സരള ദേഷ്യത്തോടു കൂടി വാശിയോടുകൂടി പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തെളിവും ബാക്കി വെക്കരുതെന്ന്, പട്ടാപ്പകൽ നീ വേണമെങ്കിൽ ഒരു തല അറുത്തെടുത്തോ, പക്ഷേ തലയോ ഉടലോ ബാക്കി കാണരുത് എന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടിയില്ല വാശിയോടുകൂടി സംസാരിക്കുകയാണ്. സുസ്മിത അത് സമ്മതിക്കുകയും ചെയ്യുകയാണ്.
ഇതേസമയം ചന്ദ്രബോസ് പുറത്തൊരു സ്ഥലത്ത് നിന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഒരു മാനേജറാണെന്ന് തോന്നുന്നു വന്നിട്ട് സാർ ചോറ് റെഡിയാണെന്ന് പറയുമ്പോൾ ഒന്ന് പോടോ അവൻ്റെ ഒരു ചോറ് എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇത് കമലൻ ഇങ്ങനെ പുറകെ കൂടി കണ്ടുവരുന്നുണ്ട്. അങ്ങനെ അയാളെ വിളിച്ചിട്ട് കമലൻ തോളി കൈയിട്ട് പറയുകയാണ്, അതോ ഇത് കാട്ടുപോത്താണ് സാധനം, അതിനെ ചോറ് കൊടുക്കാനും സൽക്കരിക്കാനും ഒന്നും നിൽക്കണ്ട, അതിന് ഭക്ഷണ ഐറ്റം വേറെയാണ്, ഇയാൾ പോയി വേറെ ജോലി നോക്കുമെന്ന് പറയുമ്പോൾ അയാളങ്ങ് പോകുന്നുണ്ട്. കമലിനും അങ്ങ് മാറിപ്പോവുകയാണ്. ചന്ദ്രബോസ് ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. സരളയും സുസ്മിതയും ശാലിനിയും പ്രീതിയും അർജുനും പിന്നെ രാഘവൻ നായരും ഒക്കെ. ഫാമ ഇരിക്കുന്നില്ല. ഫാമയാണെങ്കിൽ അങ്ങ് ഫോൺ വിളിക്കുകയാണ്. മാലതിയാണ് ഫോൺ വിളിക്കുന്നത്. മാലതിയെ കണ്ടില്ലല്ലോ, എൻ്റെ മോൻ ചായക്കടക്കാരനാണ് എന്ന് പരിഹസിച്ച് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം, എൻ്റെ മോൻ ഇപ്പോൾ ഹോട്ടൽ മുതലാളിയാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്, വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഫോണിൽ സംസാരിക്കുകയാണ്. അതൊന്നും സുസ്മിതയ്ക്കും സരളയ്ക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം മതിയാക്ക് ഫാമയെ വന്ന് ഇരിയെന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ഫാമ അങ്ങ് ഫോണിൽ തകർക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിലോ ഓടി നടന്ന് വിളമ്പുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്ന് ഇങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ എന്താ സാമ്പാർ വേണമെന്നും പറഞ്ഞ് ആ പാത്രവുമായിട്ട് വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം മോൻ ഹോട്ടൽ മുതലാളിയാണെന്നും പറഞ്ഞ് അമ്മ അവിടെ തള്ളി മറിക്കുകയാണ്. അപ്പോഴാണോ സാമ്പാറും കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, നിനക്കറിയാമല്ലോ എനിക്കാണെങ്കിൽ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല, സാമ്പാർ ഒഴിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തിൽ ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ഈ വിഷ്ണുട്ടൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വെറുതെ ഇങ്ങനെ തോളിലടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് നിനക്ക് വേണോ ഈ സാമ്പാറെന്ന് പ്രീതിയോടൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇവരുടെ ഈ സംഭാഷണവും ഈ ചിരി പറച്ചിലും കളി പറച്ചിലും ഒന്നും അങ്ങോട്ട് അമ്മയ്ക്കും മോൾക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം അച്ഛന് സാമ്പാർ വേണമെന്നും പറഞ്ഞ് രാഘവൻ നായർക്കും കൊണ്ട് കൊടുക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ അമ്മ സരള ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സാമ്പാർ വേണമെന്നൊക്കെ ചോദിക്കാമെന്ന് വിഷ്ണുവിനോടായിട്ട് തന്നെയാണ് സരളയോട് പറയുന്നത്. തുടർന്ന് ആ തരാമെന്നും പറഞ്ഞ് സാമ്പാർ വിളമ്പാനായിട്ട് വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണു നടക്കുന്നതിന് മുന്നേ ഇങ്ങനെ കാല് കുറുകെ സുസ്മിത വയ്ക്കുകയാണ്. അന്നേരം ആ കാല് തട്ടി വിഷ്ണു അങ്ങ് മുന്നോട്ടാകുമ്പോൾ ആ സാമ്പാറും പാത്രവും എല്ലാം കൂടി, പാത്രമല്ല തവയിലിരിക്കുന്ന എല്ലാം കൂടി സരളയുടെ സാരിയിലേക്കും കയ്യിലേക്കും ഒക്കെ അങ്ങ് വീഴുകയാണ്. അന്നേരം വിഷ്ണു അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം തെമ്മാടിത്തരം കാണിക്കുന്നോടാന്നും പറഞ്ഞ് സരള അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വിഷ്ണുവിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം സത്യഭാമ കാണുന്നുണ്ട്, എല്ലാവരും കാണുകയാണ്. വിഷ്ണു ഇങ്ങനെ അടിയും കൊണ്ട് ഇങ്ങനെ സരളയെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മോനെ കൈനീട്ടി അടിക്കുന്നു, നീ അടിക്കുന്നോടി എന്നും പറഞ്ഞ് സത്യഭാമ സരള ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് സരളയ്ക്കൊന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം അടി കൊണ്ട് സരള ഇങ്ങനെ കവിളത്ത് കൈയും വെച്ച് ഭാമയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമയെന്നും പറഞ്ഞ് ചന്ദ്രബോസ് വെളിയിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ സരളയ്ക്ക് കിട്ടിയത് സരള തന്നെ തിരിച്ചു കൊടുത്തോളാം, അതിനാരും വേണ്ട എന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ അടിക്കാനായിട്ട് സരള ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. പക്ഷെ ആ കൈ അങ്ങ് ശാലിനി തടുക്കുകയാണ്. ശാലിനി ഇങ്ങനെ തടുത്തിങ്ങനെ ദേഷ്യത്തോടെ എല്ലാ ഒരു സങ്കടഭാവത്തോടു കൂടിയാണ് ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അതങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ സരള ദേഷ്യത്തോടു കൂടി ശാലിനിയെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്നു. ഇതെല്ലാം കണ്ട് സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് വായിൽ കൈവച്ച് നിൽക്കുകയാണ്. അമ്മയ്ക്ക് കിട്ടിയതും അമ്മ കൊടുത്തതും കൈതടുത്തതും ഒക്കെ നോക്കിയിട്ട് സുസ്മിത അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.